കനത്ത മഴയിൽ കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും കനത്ത കൃഷിനാശം. 52 കർഷകരുടെ വിളകളാണ് മഴക്കെടുതിയിൽ നശിച്ചത്. ഏകദേശം 20 ലക്ഷം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും പേമാരിയിലുമാണ് കോതമംഗലം ബ്ലോക്ക് പരിധിയിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചത്. കവളങ്ങാട്, പോത്താനിക്കാട്, നെല്ലിക്കുഴി, വാരപ്പെട്ടി, പൈങ്ങോട്ടൂർ, പല്ലാരിമംഗലം പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുമാണ് പ്രധാനമായും നാശനഷ്ടമുണ്ടായത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം 3875 കുലച്ച ഏത്തവാഴകളും 2050 കുലയ്ക്കാത്ത വാഴകളും കായ്ക്കുന്ന 42 ജാതിമരങ്ങളും 50 കമുകുകളും നശിച്ചു. കൂടാതെ 1 ഹെക്ടറോളം വരുന്ന കപ്പകൃഷി, 0.2 ഹെക്ടർ നെൽകൃഷി, 1 ഹെക്ടറോളം പച്ചക്കറി കൃഷി എന്നിവയ്ക്കും സാരമായ നാശനഷ്ടമുണ്ടായി. ആകെ 52 കർഷകരുടെ വിളകളാണ് മഴക്കെടുതിയിൽ നശിച്ചത്. ഏകദേശം 20 ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. ഏറ്റവും കൂടുതൽ നാശനഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് കവളങ്ങാട് പഞ്ചായത്തിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുമാണ്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അന്തിമ നഷ്ടക്കണക്ക് തയ്യാറാക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കോതമംഗലത്തുണ്ടായ മഴക്കെടുതിയിൽ വിവിധതരം വിളകൾക്ക് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും കവളങ്ങാട്, നെല്ലിക്കുഴി, വാരപ്പെട്ടി, പോത്താനിക്കാട്, പല്ലാരിമംഗലം എന്നീ പഞ്ചായത്തുകളിലാണ് കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 4000-ഓളം കുലച്ച വാഴകൾ, 2000-ഓളം കുലയ്ക്കാത്ത വാഴകൾ, ജാതി, നെല്ല്, കപ്പ എന്നിവയ്ക്കൊക്കെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 20 ലക്ഷത്തോളം രൂപയുടെ കൃഷിനാശമാണ് പ്രാഥമികമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോഴും പല കൃഷിയിടങ്ങളിലും വെള്ളം കെട്ടി നിൽപ്പുണ്ട്. ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തുമാത്രം നാശമുണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ. അപ്പം കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മളിതിൻ്റെ നാശനഷ്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർഷകർ കൃഷിനാശം ഉണ്ടായിട്ടുള്ളവർ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുകയും അതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.